വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ജോമി ജോസഫ്. ഞാനൊരു ഇൻഷുറൻസ് അഡ്വൈസറാണ്. LICയിലെ ഒക്ടോബർ 1 മുതൽ വന്നിട്ടുള്ള LIC പോളിസികളിൽ വന്നിട്ടുള്ള ചില സുപ്രധാന മാറ്റങ്ങളെ കുറിച്ച് വിവരിക്കാനാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും LIC പോളിസി എടുക്കുന്ന എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. അപ്പോൾ ആരും ഈ വീഡിയോ മിസ് ചെയ്യരുത്, അവസാനം വരെ കാണണം. കാരണം ഒരുപാട് ചേഞ്ചസ് പോളിസികളുടെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ബ്രീഫായിട്ട് പറഞ്ഞു പോകുന്ന ഒരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്കത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഒക്ടോബർ 1 മുതൽ ഓൾറെഡി ഈ ചേഞ്ചസ് LIC ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് മുതൽ പുതിയ പോളിസികൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ലാസ്റ്റ് സെപ്റ്റംബർ 30 എല്ലാ പോളിസീസും LICക്ക് ഉണ്ടായിരുന്ന എല്ലാ പോളിസികളും റീഫയലിങ്ങിന് വേണ്ടിയിട്ട് വിത്ഡ്രോ ചെയ്തിരുന്നു. അത് മുതൽ 1 മുതൽ വീണ്ടും അത് പുതുക്കി ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ പോളിസികളുടെ അകത്തും കുറച്ച് നല്ല മാറ്റങ്ങൾ കസ്റ്റമേഴ്സിന്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നല്ല ഗുണകരമായിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ കസ്റ്റമേഴ്സിന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയുടെ അകത്ത് പറയുന്നു. അപ്പൊ ആദ്യത്തെ സ്ലൈഡിലേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ 1 മുതൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിൽ ആദ്യത്തെ മാറ്റം മെയിൻ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് മിനിമം സം അഷ്വേർഡ് എന്നുള്ളത്. നമുക്കറിയാം 1-2 പോളിസികളുടെ അകത്ത് ചില പോളിസികളുടെ അകത്ത് നമുക്ക് 1 lakh ഒക്കെ മിനിമം സം അഷ്വേർഡ് ഉണ്ടായിരുന്നു. അപ്പൊ ഇനി മുതൽ മിക്കവാറും എല്ലാ പോളിസികളുടെ അകത്തും 2 ലക്ഷം രൂപയാണ് ഇനി മിനിമം സം അഷ്വേർഡ് ആയിട്ട് വരിക. അപ്പോൾ 1 ലക്ഷം ഉണ്ടായിരുന്നതൊക്കെ മാറിയിട്ടുണ്ട്, 2 ലക്ഷമായിട്ടാണ് മിനിമം സം അഷ്വേർഡ് മാറിയിട്ടുണ്ട് മിക്ക പോളിസികളും. ചില ചുരുക്കം 1-2 പോളിസികൾ സിംഗിൾ പ്രീമിയം പോളിസികളിൽ ഒഴിച്ച് ബാക്കി എല്ലാ പോളിസികളുടെ അകത്തും മിനിമം സം അഷ്വേർഡ് 2 ലക്ഷം രൂപയായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട മാറ്റം വന്നിരിക്കുന്നത് പ്രീമിയത്തിലുള്ള വ്യത്യാസമാണ്. പ്രീമിയത്തിൽ ചെറിയ ഇൻക്രീസ് വന്നിട്ടുണ്ട്. അതൊരു വലിയ മാറ്റം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു 2 മുതൽ 4% വരെയാണ് പ്രീമിയത്തിലുള്ള മാറ്റം വന്നിരിക്കുന്നത്. പല പോളിസികളിലും പല രീതിയിലാണ് പ്രീമിയം റേറ്റ് കൂടിയിട്ടുള്ളത്. അപ്പൊ അതൊരു ചെറിയ മാറ്റം മാത്രമാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്തതാണ് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമായിട്ടുള്ള ഒരു കാര്യം. നമുക്കറിയാം മിക്കവാറും എല്ലാ LIC പോളിസികളുടെ അകത്ത് നമുക്ക് പെയ്ഡപ്പ് അല്ലെങ്കിൽ സറണ്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 വർഷമെങ്കിലും നമുക്ക് പൈസ അടച്ചാൽ മാത്രം അല്ലെങ്കിൽ പ്രീമിയം അടച്ചാൽ മാത്രമേ നമുക്ക് പോളിസികൾ സറണ്ടർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇനി മുതൽ എല്ലാ പോളിസികളുടെ അകത്തും 1 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് പ്രീമിയം മുടങ്ങാതെ 1 വർഷം അടച്ചു കഴിഞ്ഞാൽ നമുക്കിത് സറണ്ടർ ചെയ്യാനോ ഈ പോളിസികളിൽ നിന്ന് നമുക്ക് ലോൺ എടുക്കാനോ നമുക്കത് പെയ്ഡപ്പ് ആക്കി ഇടാനോ സാധിക്കും. അപ്പൊ അത് വളരെ ഗുണകരമായിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ്. കാരണം ഇപ്പോൾ പോളിസി ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ച് 2 വർഷം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആഫ്റ്റർ 1 ഇയർ നമുക്കത് സറണ്ടർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നമുക്കൊരു സ്പെഷ്യൽ സറണ്ടർ വാല്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പൊ മുൻപ് ഉണ്ടായിരുന്ന സറണ്ടർ വാല്യൂവിനേക്കാളും കുറച്ചും കൂടി കൂടുതലുള്ള ഒരു എമൗണ്ട് ആയിരിക്കും നമുക്ക് പോളിസി സറണ്ടർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത്. അപ്പൊ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് തീർത്തും ഗുണകരമായിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ്. മുമ്പ് നമുക്ക് ജീവൻ ശിരോമണി എന്നൊരു പ്ലാനിൽ മാത്രമാണ് ഈ ആഫ്റ്റർ 1 ഇയർ പെയ്ഡപ്പ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അത് എല്ലാ പോളിസികൾക്കും ബാധകമാക്കിയിട്ടുണ്ട്. IRDAയുടെ ഒരു സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് ഇങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി എല്ലാ പോളിസികളിനകത്തും കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രീമിയത്തിലുള്ള ചെറിയ മാറ്റവും ഇവിടെ വന്നിരിക്കുന്നത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട മാറ്റം വരുന്നത് നമുക്ക് മന്ത്ലി ആയിട്ട് നമ്മൾ പ്രീമിയം അടയ്ക്കുന്നത് മന്ത്ലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി, ഇയർലി മോഡുകളിൽ നമ്മൾ അടയ്ക്കാറുണ്ട്. അതിൽ നമ്മൾ മന്ത്ലി, അതായത് മന്ത്ലി നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പിടിക്കുന്ന രീതിയിൽ നാച്ച് എന്നുള്ളൊരു വാക്കാണ് നമ്മൾ അതിന് ഉപയോഗിക്കുക. അപ്പൊ അങ്ങനത്തെ മോഡ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നിലവിൽ നമുക്ക് 2 മാസം അല്ലെങ്കിൽ ഈ നാച്ച് ആണെങ്കിൽ ഒരു 1 മന്ത് നമുക്ക് അടച്ചാൽ മതിയായിരുന്നു പ്രീമിയം. പക്ഷെ ഇനി മുതൽ നമുക്ക് 3 മാസത്തെ പ്രീമിയം ഒന്നിച്ച് നമുക്ക് ആദ്യമേ അടയ്ക്കേണ്ടതായിട്ട് വരും. നമ്മൾ മന്ത്ലി ആണ് മോഡ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 മാസത്തെ പ്രീമിയം നമ്മൾ ഒന്നിച്ച് അടയ്ക്കണം. അത് കൂടാതെ നമ്മൾ ഈ നാച്ചിന്റെ വാലിഡേഷൻ 3 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആക്കിയിരിക്കും വേണം. അത് നിർബന്ധമാണ്. ഇപ്പോ നിലവിൽ നമ്മൾ ഈ നാച്ച് കൊടുത്തിട്ട് അല്ലെങ്കിൽ നാച്ച് കൊടുത്തിട്ട് നമ്മൾ അതിന്റെ വാലിഡേഷൻ കംപ്ലീറ്റ് ചെയ്യാതെ പലരും ചെയ്യുന്നുണ്ട്. മന്ത്ലി നമ്മൾ അടച്ചു പോകുന്നുണ്ട്. പക്ഷെ ഇനി മുതൽ അത് നടക്കില്ല. അപ്പൊ അതുകൊണ്ട് 3 മാസത്തെ പ്രീമിയം ആദ്യമേ അടയ്ക്കണം. 3 മാസത്തിനുള്ളിൽ നമ്മുടെ നാച്ചിന്റെ വാലിഡേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇനി അത് കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രീമിയം ക്വാർട്ടർലി മോഡിലേക്ക് മാറിപ്പോവും. അപ്പൊ പിന്നെ നമുക്ക് 3 മാസം കൂടുമ്പോൾ മാത്രമേ പ്രീമിയം അടയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ മന്ത്ലി അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് 3 മാസത്തെ പ്രീമിയം ആദ്യമേ അടയ്ക്കണം. അതുപോലെ തന്നെ നാച്ചിന്റെ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതായത് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യുന്ന രീതിയിൽ മാത്രമേ മന്ത്ലി ആയിട്ട് നമുക്ക് ഇനി പോളിസികൾ എടുക്കാൻ പറ്റുള്ളൂ. അടുത്തൊരു മേജർ ചേഞ്ച് വന്നിരിക്കുന്നത് ലുക്ക് ഇൻ പീരീഡിലാണ്. നമുക്ക് മുമ്പ് 15 days ആയിരുന്നു ചില പോളിസികളുടെ അകത്ത്. അപ്പൊ അത് എല്ലാ പോളിസികളുടെ അകത്തും നമുക്ക് ഫ്രീ ലുക്ക് പീരീഡ് 30 ദിവസമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ പീരീഡിനുള്ളിൽ നമുക്ക് പോളിസി വേണ്ടാന്ന് വെക്കാനായിട്ടുള്ള ഒരു കൂളിംഗ് ഓഫ് പീരീഡ് ആണ് ഈ 30 ദിവസം.
അപ്പൊ നമുക്കൊരു പോളിസി എടുത്തു, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തോന്നുകയാണ് ഇത് വേണ്ട, നമുക്ക് പറ്റിയ പോളിസി അല്ല എന്ന് തോന്നുകയാണെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ നമുക്കത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ ഒന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്കത് ക്ലോസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നീട് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചേഞ്ച് ആണ് പ്ലാൻ നമ്പറുകളിൽ വന്നിട്ടുള്ള മാറ്റം. മിക്കവാറും പോളിസികൾ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള അവസാനം ഇറങ്ങിയ കുറച്ച് പോളിസികൾ ഒഴിച്ച് ബാക്കി എല്ലാ പോളിസികളുടെ അകത്തും പ്ലാൻ നമ്പറുകൾ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ അതും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി വരുന്ന സ്ലൈഡുകളിൽ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ പോളിസികളുടെ അകത്തും വന്നിട്ടുള്ള മാറ്റങ്ങൾ ഒന്ന് ബ്രീഫ് ചെയ്ത് പോവാണ്, വേഗം പറഞ്ഞു പോവാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് അവതരിപ്പിക്കാം. അപ്പൊ ആദ്യത്തെ ഒരു പ്ലാൻ ഞാൻ എടുത്തിരിക്കുന്നത് ജീവൻ ഉമംഗ് ആണ്. അതിന്റെ പ്ലാൻ നമ്പർ മാറിയിട്ടുണ്ട്, 745 ആയിട്ടുണ്ട്. ഇപ്പൊ മുമ്പ് 945 ഉള്ളത് ഇപ്പൊ 745 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അതില് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഉമംഗ് പ്ലാനിനകത്താണ്. അതിന്റെ SB സ്റ്റാർട്ടിംഗ് ഏജ് നമുക്കറിയാം, സർവൈവൽ ബെനിഫിറ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഉമംഗില് 30 വയസ്സിലായിരുന്നു. അപ്പൊ കുട്ടികൾക്ക് നമുക്ക് ഈ പ്ലാൻ കൊടുക്കുമ്പോൾ 30 വയസ്സ് വരെ കാത്തിരിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് 18 വയസ്സാക്കിയിട്ട് ചുരുക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് 30 വയസ്സ് വരെ കാത്തിരിക്കേണ്ട, 18ാമത്തെ വയസ്സ് മുതൽ അതിന്റെ സർവൈവൽ ബെനിഫിറ്റ് കിട്ടി തുടങ്ങും, പെൻഷനായിട്ട് നമുക്കത് കിട്ടി തുടങ്ങും. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട മാറ്റമാണ്, കസ്റ്റമേഴ്സിന്റെ ഗുണകരമായിട്ടുള്ള രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോ കുട്ടികൾക്ക് എടുക്കുമ്പോൾ ഇപ്പൊ 3 വയസ്സായിട്ടുള്ള ഒരു കുട്ടിക്ക് മുതൽ ഇനി 15 വർഷത്തെ ടേം സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. മുൻപ് നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. 4 വയസ്സ് വരെയുള്ള 1 മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 30 വർഷത്തെ ടേം മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റിയിരുന്നുള്ളൂ. കാരണം ഇതിന്റെ SB സ്റ്റാർട്ടിംഗ് ഏജ് 30 ആയതുകൊണ്ട് അവർ 30 എടുക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. ഇപ്പൊ 3 വയസ്സുള്ള കുട്ടിക്ക് വേണമെങ്കിൽ 15 വർഷത്തെ ടേമോ മിനിമം 15 എന്നുള്ള ടേം 3 ഏജുള്ള കുട്ടിക്ക് എടുക്കാനായിട്ട് ഇപ്പൊ സാധിക്കും. അപ്പോൾ 18 വയസ്സ് മുതൽ കുട്ടിക്ക് പെൻഷൻ കിട്ടാനായിട്ട് തുടങ്ങും. 30 വയസ്സ് വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട മാറ്റമാണ്, നമ്മൾ കസ്റ്റമേഴ്സ് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. അതുപോലെ അടുത്തൊരു ചേഞ്ച് ഇതിനകത്ത് വന്നിരിക്കുന്നത് സം അഷ്വേർഡിന്റെ മൾട്ടിപ്പിൾസ് ചേഞ്ച് ആയിട്ടുണ്ട്. മുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 25,000 മൾട്ടിപ്പിൾസ് ആയിട്ടാണ് നമുക്ക് ഇതിന്റെ സം അഷ്വേർഡ് സെലക്ട് ചെയ്യാൻ സാധിച്ചിരുന്നത്. അപ്പൊ ഇപ്പൊ വന്നിട്ടുള്ള മാറ്റം എന്നുള്ളത് 2 ലക്ഷം മുതൽ 4.5 ലക്ഷം വരെ സെയിം തന്നെ 25,000 മൾട്ടിപ്പിൾസ് ആയിട്ട് നമുക്ക് അത് എടുക്കാം. 2 ലക്ഷം കഴിഞ്ഞ 2.25 ലക്ഷം, പിന്നെ 2.5, അങ്ങനെ കൂട്ടി കൂട്ടി നമുക്ക് എടുക്കാം. അതുപോലെ 4.5 ലക്ഷം മുതൽ 9 ലക്ഷം വരെ 50,000 മൾട്ടിപ്പിൾസ് ആയിട്ടാണ് ഇനി നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ 4.5 കഴിഞ്ഞാൽ പിന്നെ 5 ലക്ഷം എടുക്കണം, 5 കഴിഞ്ഞാൽ 5.5, ആ രീതിയിൽ പോകാൻ പറ്റുള്ളൂ. അതുപോലെ 9 ലക്ഷം കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 ലാഖിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് മാത്രമേ സം അഷ്വേർഡ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 9 കഴിഞ്ഞാൽ പിന്നെ 9.5 അല്ലെങ്കിൽ 9.15 നമുക്ക് എടുക്കാൻ പറ്റും. 9 കഴിഞ്ഞ് പിന്നെ 10, 10 കഴിഞ്ഞ് 11, അങ്ങനെ 1 ലാഖിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് മാത്രമേ നമുക്ക് അത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പ്രീമിയത്തിലും ചെറിയൊരു ഹൈക്ക് വന്നിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഒരു 2 മുതൽ 4% തന്നെയാണ് അത് വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ മിനിമം എൻട്രി മുൻപ് 90 ദിവസമായിരുന്നു, ഇപ്പൊ അത് 30 ദിവസമാക്കിയിട്ട് ചുരുക്കിയിട്ടുണ്ട്. ചെറിയൊരു മാറ്റം അവിടെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടുത്തൊരു പ്ലാനിലേക്ക് നമുക്ക് കിടക്കാം. ജീവൻ ആനന്ദ് എന്നുള്ള പ്ലാനാണ്. അതിന്റെ പ്ലാൻ നമ്പർ മാറിയിട്ടുണ്ട്, 715 ആയിട്ടുണ്ട് പ്ലാൻ നമ്പർ. അതിന്റെ മിനിമം സം അഷ്വേർഡിലാണ് മെയിൻ മാറ്റം വന്നിരിക്കുന്നത്. 1 ലാഖ് എന്നുള്ളത് 2 ലാഖ് ആയിട്ട് ഇവിടെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീമിയത്തിലും ചെറിയൊരു മാറ്റം ഇവിടെ വന്നിട്ടുണ്ട്. അടുത്തത് എടുത്തിരിക്കുന്നത് ന്യൂ എൻഡോമെന്റ് പ്ലാൻ ആണ്. പ്ലാൻ നമ്പർ 714 ആണ് അതിന്റെ പുതിയ പ്ലാൻ നമ്പർ. അതിന്റെയും സം അഷ്വേർഡ് 1 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷം ആക്കിയിട്ട് കൂട്ടിയിട്ടുണ്ട്. അതിന്റെ മാക്സിമം എൻട്രി ഏജ് മുൻപ് 55 ആയിരുന്നു, ഇപ്പൊ അത് 50 ആക്കിയിട്ട് ചുരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീമിയത്തിലും ചെറിയൊരു ഹൈക്ക് ഈ പ്ലാനിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടുത്തൊരു പ്ലാൻ എടുത്തിരിക്കുന്നത് ജീവൻ ലക്ഷ്യയാണ്. അപ്പൊ അതിനകത്ത് പ്ലാൻ നമ്പർ 733 ആയിട്ടുണ്ട്, പ്ലാൻ നമ്പർ മാറിയിട്ടുണ്ട്. അതിനകത്തും 1 ലാഖ് ഉണ്ടായിരുന്ന സം അഷ്വേർഡ് 2 ലാഖ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതിന്റെ പ്രീമിയത്തിലും ചെറിയൊരു ഹൈക്ക് വന്നിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആണ് എല്ലാ പോളിസികളുടെ അകത്തും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ജീവൻ ലാഭിലേക്ക് വരുമ്പോഴും ഇവിടെ പ്ലാൻ നമ്പർ മാറിയിട്ടുണ്ട്, 736 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീമിയത്തിലും ചെറിയൊരു ഹൈക്ക് വന്നിട്ടുണ്ട്. ഇനി ജീവൻ ഉത്സവ് അതുപോലെ തന്നെ അമൃത് ബാലിന്റെ കേസിലേക്കൊക്കെ വരുമ്പോൾ പ്ലാൻ നമ്പറിൽ മാത്രമാണ് ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്നത്. ജീവൻ ഉത്സവന്റെ പ്ലാൻ നമ്പർ 771 ആയിട്ടുണ്ട്, അമൃത് ബാലിന്റെ ആണെങ്കിൽ 774 ആയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം സെയിം ആണ്, ഒരു മാറ്റവും ഈ പോളിസികളകത്ത് പുതിയതായിട്ട് വന്നിട്ടുള്ള പോളിസികളായതുകൊണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി അതുപോലെ തന്നെ ജീവൻ അക്ഷയ് പ്ലാനിലാണ് മറ്റൊരു മാറ്റം വന്നിരിക്കുന്നത്. അത് പ്രധാനമായിട്ടും അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് മാറിയിരിക്കുക അവിടെ. അത് 1-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ മുൻപുണ്ടായിരുന്ന റേറ്റ്സ് നമുക്ക് ഇനി കിട്ടില്ല. അപ്പൊ ഇതിന്റെ ഒരു സ്ലൈഡാണ് ഇവിടെ കൊടുത്തിരിക്കുക. ഇതിൽ ഉദാഹരണങ്ങൾ കാണിക്കാനായിട്ടാണ് ഇത് ഇവിടെ ഇട്ടിരിക്കുന്നത്. 10 ലക്ഷത്തിന്റെയും 25 ലക്ഷത്തിന്റെയും 50 ലക്ഷം 100 ലക്ഷം ഇങ്ങനെയുള്ള റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പല കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. സം അഷ്വേർഡ് നമുക്ക് എടുക്കാൻ പറ്റുന്നതിന് ഏജ് 25 മുതൽ 80 വയസ്സ് വരെയുള്ള ഏജ് ലെഫ്റ്റ് സൈഡിലത്തെ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 10 ലക്ഷത്തിന് 25 വയസ്സുള്ള ഒരാൾക്ക് കിട്ടുന്ന ആനുവിറ്റി എന്ന് പറയുന്നത് 64,300 രൂപയാണ്. 6.43 ആണ് അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത്.
ഇനി 50 വയസ്സുള്ള ഒരു വ്യക്തിയാണ് 10 ലാക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ വ്യക്തിക്ക് കിട്ടുന്ന ഇമ്മീഡിയറ്റ് ആനുവിറ്റി എന്ന് പറയുന്നത് 69,800 രൂപ, 6.98 ആണ്. അപ്പൊ അക്ഷയിൽ ഉള്ളത് നമുക്ക് ഇമ്മീഡിയറ്റ് ആനുവിറ്റി പ്ലാൻ ആണ്, ഒരു ഡെഫേർഡ് പ്ലാൻ അല്ല. നമുക്ക് ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്ത് മുതൽ നമുക്ക് ഇവിടെ പെൻഷൻ എടുക്കാനായിട്ടുള്ള അവസരമുണ്ട്. ഇനി അത് 25 ലക്ഷത്തിന്റെയും 50 ലക്ഷത്തിന്റെയും 100 ലക്ഷത്തിന്റെയും, അതായത് 1 കോടിയുടെയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സപ്പോസ് ഒരു 1 crore ആണ് 25 വയസ്സായിട്ടുള്ള വ്യക്തി ജീവനാക്ഷയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 6.5 ആണ് അവിടെ ഇൻട്രസ്റ്റ് കിട്ടുക. അതിന്റെ ആനുവിറ്റി റേറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. 6,50,500 രൂപയാണ് ആൾക്ക് ആനുവിറ്റി പെൻഷനായിട്ട് അവിടെ കിട്ടുന്നത്. ഇനി 50 വയസ്സുള്ള ആളാണ് 1 crore ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ വ്യക്തി കിട്ടുന്നത് 7,05,500 രൂപയാണ് അവിടെ കിട്ടുക. 7.06 അവിടെ ഇൻട്രസ്റ്റ് കിട്ടുക. അപ്പൊ ഈ രീതിയിൽ 10 ലക്ഷത്തിന്റെയും 25 ലക്ഷത്തിന്റെയും 50 ലക്ഷത്തിന്റെയും 100 ലക്ഷത്തിന്റെയും 1 crore-ന്റെയും പല ഏജ് 25 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള ആളുകളുടെ റേറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുക. ഇമ്മീഡിയറ്റ് ആനുവിറ്റി പ്ലാൻ ആയിട്ടുള്ള ജീവനാക്ഷയുടെ റേറ്റ്സ് മാറിയിട്ടുണ്ട്. അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു സ്ലൈഡ് ഇട്ടിരിക്കുക. ഇനി അവസാനത്തെ ഒരു സ്ലൈഡിലെ വരുന്നത് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻസ് ആണ്. ഏതൊക്കെ പ്ലാനുകളാണ് ഇന്ന് മുതലാണ് അത് കൊടുത്തു തുടങ്ങിയിട്ടുള്ളത്. അതിൽ നമുക്കിപ്പോ 17 പ്ലാനോളാണ് നമുക്ക് ഇപ്പോ നിലവില് റീഫൈലിംഗ് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളത്. ബാക്കി പ്ലാനുകൾ വഴിയെ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് മുമ്പുണ്ടായിരുന്ന പല പ്ലാനുകളും ഇപ്പൊ അവൈലബിൾ അല്ല. അപ്പൊ ഏതൊക്കെ പ്ലാനുകളാണ് നമുക്ക് എടുക്കാനുള്ളത് എന്നുള്ളതൊന്ന് നോക്കാം. ന്യൂ എൻഡോമെന്റ് ഉണ്ട്, ന്യൂ ജീവൻ ആനന്ദ്, സിംഗിൾ പ്രീമിയം എൻഡോമെന്റ്, ജീവൻ ലക്ഷ്യ, ജീവൻ ലാഭ്, ജീവൻ ഉമങ്, ന്യൂ ജീവൻ ശാന്തി, ജീവൻ ഉത്സവ്, അമൃത് ബാല്, ജീവൻ അക്ഷയ്, ന്യൂ പെൻഷൻ പ്ലസ്, ഇൻഡെക്സ് പ്ലസ്, യുവ ടേം, യുവ ക്രെഡിറ്റ് ലൈഫ്, ജീവൻ അമർ. ഇത്രയും പ്ലാനുകൾ മാത്രമാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അതിന് മുമ്പുണ്ടായിരുന്ന പല ഇപ്പൊ നമ്മുടെ പല പ്ലാനുകളും മുൻപുണ്ടായിരുന്ന പ്ലാനുകളും ഇപ്പൊ അവൈലബിൾ അല്ല. അപ്പൊ റീഫൈലിംഗ് കഴിഞ്ഞിട്ട് ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ അത് വീണ്ടും ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇത്രയും പ്ലാനുകളാണ് നമുക്കിപ്പോ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ തീർത്തും എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആകും എന്ന് ചെയ്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വന്നിട്ടുള്ള മാറ്റങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതുപോലെ തന്നെ ഏതെങ്കിലും പ്ലാനുകൾ, പുതിയ പ്ലാനുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് എടുക്കണം താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ഞാൻ ചെയ്യുന്നതാണ്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുടെ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ കൂടെ ശ്രദ്ധിക്കുമല്ലോ. ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.